അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങൾ പറഞ്ഞ 10 കോടി സംരംഭകരായിട്ടുള്ള സ്ത്രീകളെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്ത്രീകൾ 10 കോടി തൊഴിലല്ലേ സാർ? അത് തൊഴിലല്ലേ? നിങ്ങൾ തൊഴിൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് മാത്രം ചിന്തിക്കല്ലേ. ഈ രാജ്യത്തിലെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട്. സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കേരളത്തിലടക്കം സ്റ്റാർട്ടപ്പ് പദ്ധതികളിൽ 2 ലക്ഷം യുവാക്കൾ തൊഴിൽ ചെയ്യുന്നുണ്ട് സാർ. മുദ്രാ ബാങ്കിന്റെ ലോൺ ബാങ്കുകളെ ജനകീയവൽക്കരിച്ച സർക്കാരാണ്. നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. സർക്കാരിന്റെ ഏജൻസി പറയുന്ന ഡേറ്റ എന്താണ്? 4.5 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിന്റെ നടുവിൽ കൂപ്പുകുത്തി നിൽക്കുകയാണ് ഈ രാജ്യം എന്ന് പറയുന്നത് ലേബർ ബ്യൂറോയാണ്. അല്ലേ? നമ്മൾ പറഞ്ഞ കണക്കാണല്ല. നിങ്ങൾ കൊണ്ടുവന്ന ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഏർപ്പാട് എത്ര ലക്ഷം മനുഷ്യരുടെ തൊഴിൽ കളഞ്ഞു എന്നാണ് സർക്കാരിന്റെ കണക്ക്. പ്രിന്റു അതിന്റെ കണക്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. 3.5 ലക്ഷത്തോളം തൊഴിൽ റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണല്ലോ കണക്ക്. അതെന്താ അവിടുത്തെ അപ്പോയിന്റ്മെന്റ് നടക്കാത്തത്? എന്താണ്? അല്ല, ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് ഈ രാജ്യത്ത് തൊഴിൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് യുവാക്കൾക്കായിക്കോട്ടെ, സ്ത്രീകൾക്കായിക്കോട്ടെ, കർഷകർക്കായിക്കോട്ടെ. 2 കോടി പ്രതിവർഷം 2 കോടി തൊഴിൽ ഞാൻ ഉണ്ടാക്കും എന്നാ മോദി പ്രസംഗിച്ചത്. 2014 പറഞ്ഞ ഞാൻ അധികാരത്തിൽ വന്നാൽ വിദേശ രാജ്യങ്ങളിലെ മനുഷ്യർ, യുവാക്കൾ രാജ്യത്തേക്ക് മടങ്ങി വരും, നമ്മൾ അത്രയും പ്രൊഡക്റ്റീവ് ആകാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ നിന്ന് ഇല്ലീഗൽ വഴിയിലൂടെ അടക്കം വിട്ടുപോകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് എന്നറിയാമോ? ഗുജറാത്താണ് ഇവിടെ നിന്ന് പോകുന്നത്. നിങ്ങളുടെ പലായനത്തിന്റെ പൗരത്വ ഉപേക്ഷിക്കുന്നവരുടെ കണക്കെടുത്ത് കേരളത്തിലെ തൊഴിൽ വേതനവും ഗുജറാത്തിലെ തൊഴിൽ വേതനവും തമ്മിലുള്ള അന്തരം എടുത്തു വെച്ച് പരിശോധിക്കും. മനുഷ്യന് ജീവിക്കാനുള്ള പൈസ ഉണ്ടോന്ന്. അല്ല, അങ്ങനെ തൊഴിൽ വേതനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ നാമമാത്രമായ തൊഴിൽ വേതനം കൊടുത്തുകൊണ്ട് മുഴുവൻ യുവാക്കളെയും പ്രൊട്ടക്ട് ചെയ്യാമെന്നൊന്നും ഒരു സർക്കാരും പറ. അത് കേരളത്തിലെ ഒരു യുവാക്കളെ പറ്റിക്കാനുള്ള ഒരു ട്രഡീഷണൽ പരിപാടിയാണ്. അതിനപ്പുറത്ത് ഗുജറാത്തികളുടെയും മലയാളിയുടെയും പലായനത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് സാർ. അതിന് 300-400 വർഷങ്ങൾ കാലഘട്ടം ഗുജറാത്തികളായിക്കോട്ടെ, മലയാളികളായിക്കോട്ടെ, അവർ അന്യ സംസ്ഥാനങ്ങളും അന്യ ദേശങ്ങളിലേക്ക് പോയ യുവാക്കളെ തിരിച്ചു കൊണ്ടുവരും പ്രസംഗിച്ച ആളാ മോദി. അതുപോട്ടെ, നിങ്ങൾ ഇന്ന് പറഞ്ഞല്ലോ ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മതേതര സിവിൽ കോഡാണ് എന്ന് വെച്ചാൽ യൂണിഫോം സിവിൽ കോഡാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് BJP പറയുന്നതല്ലാതെ BJPയുടെ കയ്യിൽ ഒരു കരടുണ്ടോ? നിങ്ങളുടെ നിലപാടെന്താ? എങ്ങനെ നടപ്പിലാക്കണം? ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളെ ഒരു നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറയുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം മനുഷ്യരെയും, എന്ന് ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലെ വിവിധ സമുദായങ്ങളുണ്ട്, നമുക്ക് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ വിവിധ സമുദായങ്ങളും അവരുടെ താല്പര്യങ്ങളുണ്ട്, ആദിവാസി വിഭാഗങ്ങളുണ്ട്, ഇവയെല്ലാം ഉടച്ചു വാർത്തൊന്നാക്കണം എന്ന അഭിപ്രായം പല അഭിപ്രായങ്ങൾ BJP തേടിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ? നിങ്ങൾ വെടിവെക്കുകയാണ് കാടടച്ച്. ഞങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു, മതേതര സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ? ഒന്ന് പറയാമോ? ഇവിടെ പറയാമോ?